ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ഈ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വരുന്നത് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൈ ടോക്കൺ ഇല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കുറേ അപ്ഡേറ്റുകളാണ്. മേ ബി ഞാൻ നല്ലതൊക്കെ പറയുമ്പോൾ അതും ചില ആൾക്കാർക്ക് ഇഷ്ടമൊന്നും പെടില്ല. എന്നാലും ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും ഒരു മേജർ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൈ ടോക്കണിൽ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് 14 വരെ തന്നെ ഇതിലെന്താണ് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിൻ നെറ്റിലേക്ക് വരിക. ഞാൻ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും KYC കംപ്ലീറ്റ് ചെയ്യുക. മെയിൻ ചെക്ക് ലിസ്റ്റ് എന്നുള്ള ഒരു ഈ ഓപ്ഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇവിടെ ഒരു 9-10 സ്റ്റെപ്പ് ഉണ്ടാവും. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. 9ാമത്തെ സ്റ്റെപ്പ് വരെയെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കാനില്ല. പിന്നെ മൈഗ്രേഷനൊക്കെ ആൾറെഡി കഴിഞ്ഞാണ്. അപ്പോൾ സെക്കൻഡ് മൈഗ്രേഷന് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അത്ര ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 14 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി ഒരുപാടൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അറിയാം. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന എനിക്ക് 100% ഉറപ്പാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം തന്നെ ഒരു മൈനിങ് ആയിട്ട് ഒരു മൊബൈൽ ഫോണിൽ വന്നിട്ടുള്ള ഒരു കോയിനാണ്, ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. 6 വർഷത്തോളം വന്ന് അപ്പം തന്നെ മൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വിശ്വാസം നിലനിർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിയോടുള്ളൊരു വിശ്വാസം തന്നെയാണ്. അങ്ങനെയുള്ളൊരു ഒരു അത്രത്തോളം സ്ട്രാറ്റജികൾ അവർ യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ അത് അത്രത്തോളം ഒരു 150 കൺട്രീസിനും 150 ബിസിനസ്സിൽ അങ്ങനെയുള്ള എല്ലാത്തിനും പേയ്മെൻ്റ് ആയിട്ട് പൈ വരും ഫ്യൂച്ചറിൽ എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. മേ ബി വരാതിരിക്കട്ടെ. എപ്പോഴും ഒരു പ്രൊജക്റ്റിൻ്റെ യൂട്ടിലിറ്റിയൊക്കെ അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു വാല്യൂയിലേക്ക് ആയിരിക്കും നമ്മുടെ പൈ എപ്പോഴും പോവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡ് ഡിസ്ട്രിബ്യൂഷൻ ദ നെറ്റ്വർക്ക് റെഫറൽ സിസ്റ്റം എൻകറേജ് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ബൈ റിവാർഡിങ് യൂസേഴ്സ് ഫോർ ഇൻവൈറ്റിംഗ് അതേഴ്സ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടും കയറ്റാം. പക്ഷേ അതിൽ തന്നെ നമുക്ക് അൺവെരിഫൈഡ് ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കിടക്കുന്നുണ്ട്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താവണം? അവരത് KYC കംപ്ലീറ്റ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്കത് വെരിഫൈഡ് ടോക്കണിലേക്ക് മാറുള്ളൂ. എന്നാൽ മാത്രമാണ് അത് മൈഗ്രേറ്റ് ആവുള്ളൂ എന്നുള്ളൊരു കുറച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡീസെൻട്രലൈസ് പ്രൊജക്റ്റ് ആണോ സെൻട്രലൈസ് പ്രൊജക്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഇത് ഇന്ന് വരെ അത് സെൻട്രലൈസ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ ഡീസെൻട്രലൈസ്ഡ് ആയാൽ അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജികളൊക്കെ അവർ കൊണ്ടുവന്നാൽ ഇത് എന്തുകൊണ്ടും നല്ലൊരു പ്രൊജക്റ്റായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അപ്പോൾ മേജറായിട്ടൊരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോക്കൺ സപ്ലൈ ആണ്. മാക്സിമം സപ്ലൈ ആണ്. അപ്പോൾ മാക്സിമം സപ്ലൈ 100 ബില്യൺ ആണ്. അപ്പോൾ ആൾറെഡി ഇപ്പോൾ ഒരു മൈഗ്രേറ്റ് ആയി. അതേപോലെ തന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ കിടക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു 6 ബില്യൺ മാത്രമാണ് ഈ സർക്കുലേറ്റിംഗ് സപ്ലൈ കിടക്കുന്നത്. അതിനാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്രത്തോളം സ്ട്രാറ്റജി ഉപയോഗിച്ച് ഒരുപാട് ഫണ്ട് ജനറേറ്റ് ചെയ്ത് ഈ ഒരു കോയിന് ഒരു വാല്യൂ നിലനിർത്താൻ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മേജർ ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പൈ കോയിന് ഇനിയൊരു 3 ദിവസം കൊണ്ട് വളരെയധികം വാല്യൂ കൂടാനുള്ള ചാൻസുകൾ ഇതിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കത്, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അങ്ങനെ ഒരാളൊന്നും അല്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വെറും പൈ കോയിന് മാത്രമല്ല വേറെ പല കോയിനും വാല്യൂ കൂടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഒരു വിത്തിൻ 3 days നമുക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പൈ കോയിൻ്റെ വാല്യൂ ഇനിയും കൂടാനുള്ള സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മാർച്ച് 14 പൈ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈ ഡേ ഈ സെലിബ്രേറ്റഡ് ഓൺ മാർച്ച് 14. ഇറ്റ് ഈസ് എ ആനുവൽ ഇവൻറ്റ് ദാറ്റ് ഹോണേഴ്സ് ദ മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻറ്റ് പൈ ഫോർ ദ പൈ നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റി. അപ്പോൾ പൈ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അവർ ഹോണർ ചെയ്യുക ഇല്ലെങ്കിൽ ആദരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാർച്ച് 14 അവർ പൈ കമ്മ്യൂണിറ്റിയിൽ പൈ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹോൾഡ് ചെയ്ത് ഇല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ പൈ ഡേ ഹോൾഡ് സ്പെഷ്യലി significance often marked by community event, update from the development team and increase engagement among users. It is an opportunity to reflect on the network growth and future prospect എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേയിൽ അവർ ഒരുപാട് പ്രോസ്പെക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളും എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ എന്തുകൊണ്ടും അന്നൊരു ഡേ അവർ എന്ത് ചെയ്യും, ആ കോയിൻ്റെ വാല്യൂ കൂട്ടാനും ആൾക്കാർ ഇത് കൂടുതൽ ആൾക്കാർക്ക് ഈ ന്യൂസ് കിട്ടും. അപ്പോൾ ഒരുപാട് ഹൈപ്പ് കിട്ടും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഹോൾഡ് ചെയ്യാൻ തുടങ്ങും, വാങ്ങാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു
വാല്യൂലൊക്കെ വരാനുള്ള ഒരു സാധ്യത ആൾറെഡി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആൾറെഡി തന്നെ നമ്മൾ ഇപ്പോൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ $1.87 കറൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റിൽ പൈ ടോക്കൺ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വാല്യൂ കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്, $2 വരെ പോയിട്ടുണ്ട്, എബോ $2 പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു 3 മാസം ഫോർകാസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു 6 മാസം ഫോർകാസ്റ്റ് ചെയ്യാം. ഒരു വർഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഇത് ഫോർകാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 3 മാസത്തിൽ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 100, 200, 400 എന്ന് അങ്ങനെ ഒരു ലെവലിലൊന്നും ഡോളേഴ്സ് നിങ്ങൾ ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതെന്തായാലും ഒരു $5 വരെ പോവാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഒരു വിത്തിൻ 3 മന്ത്സ് കൊണ്ട് ഈ ഒരു കോയിൻ നമുക്ക് ഒരു $6.8 വരെയെങ്കിലും പോവും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു 6.8 എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു വാല്യൂ ആണ്. അപ്പം അങ്ങനെ വല്ല പോകാനുള്ള ഒരു വാല്യൂ അവിടെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു വാല്യൂ വീണ്ടും കുറയാനുള്ളൊരു സാഹചര്യമാണ് അടുത്ത 6 മാസം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിലായി കുറേ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഇതിന് $100, $200 ഒരു ക്വാർട്ടർലി 1 of 2026 ഒക്കെ ആകുമ്പോൾ ഇതിന് $200 എബോ ഒക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് മാർക്കറ്റിൻ്റെ സ്ഥിതി എങ്ങനെയാണോ, അതേപോലെ തന്നെ ഇവൻ്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണോ, ഇവരെന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത്, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമായിരിക്കും അതിൻ്റെ വാല്യൂ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളോട് ഇപ്പം തന്നെ മേടിച്ച് വെച്ച് അതുവരെ ഹോൾഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഈ ഒരു 3 ദിവസം നമുക്കിത് മേടിച്ച് വെച്ചാൽ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, നിങ്ങളോട് മേടിച്ച് വെച്ച് ഹോൾഡ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ടാലോ ഇതായാലോ ഞാൻ ഉത്തരവാദിയല്ല നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഞാൻ അറിഞ്ഞ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 3 ദിവസം മേടിച്ച് വെച്ചു, ഇല്ലെങ്കിൽ ഒരു 14-ാം തീയതി വരെ ഈ 3 ദിവസം മേടിച്ച് വെച്ചു, സെല്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 14-ാം തീയതി വരെ നിങ്ങൾ വീണ്ടും കുറച്ച് മേടിച്ച് വെച്ചു. എന്നിട്ട് ആ 14-ാം തീയതി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോയിൻ്റെ വാല്യൂ വളരെയധികം കൂടാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. കറൻ്റ് തന്നെ ഇപ്പോൾ ഒരു പൈ ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളത് 11ാമത്തെ റാങ്കിലാണ് ക്രിപ്റ്റോയിൽ കിടക്കുന്നത്. അപ്പോൾ വളരെയധികം അവർ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അവരുടെ ആ ഫൗണ്ടേഴ്സൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വളരെയധികം തന്നെയാണ്. മേജറായിട്ട് ഈ സെൻട്രലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡീസെൻട്രലൈസ് മാറ്റുകയാണെങ്കിൽ ഈ കോയിന് വളരെയധികം വീണ്ടും എന്താണ് ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അതില്ലാന്ന് പറയുന്നില്ല. ഡീസെൻട്രലൈസ് ആയാൽ തീർച്ചയായിട്ടും നല്ല ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ കറൻ്റ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 13 ബില്യൺ ആണ് ഇതിൻ്റെ ഈ ഒരു ടോക്കണിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഇത് വെറും 10 ബില്യണോ ഇല്ലെങ്കിൽ 1 ബില്യൺ 10 ബില്യണിലേക്ക് ആയിരിക്കാം വന്നിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ അത്രത്തോളം എബോയിലേക്കാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. 1 മന്തിൽ 9.66% ആണ് ഇതിൻ്റെ ഒരു വാല്യൂ ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് 100 ബില്യൺ പൈ ടോക്കൺ സപ്ലൈ ഉണ്ടെങ്കിലും ഇപ്പോൾ വെറും 7.04 ബില്യൺ ടോക്കണാണ് നമ്മുടെ ടോട്ടലായിട്ട് ഈ ട്രേഡിങ്ങും സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായത് തന്നെ എന്തുകൊണ്ടാണ് ഈ 3 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു കോയിനൊക്കെ വാല്യൂ കൂടും എന്നുള്ളൊരു കാര്യം പറയുക എന്നുണ്ടെങ്കിൽ ആദ്യം ആൾറെഡി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള റീസെൻ്റ്ലി ഒരു ട്വീറ്റ് അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ്, ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ദാറ്റ് ഹിസ് എക്സിക്യൂട്ടീവ് ഓർഡർ ഓൺ ഡിജിറ്റൽ അസെറ്റ് ഡയറക്റ്റ് ടു ദ പ്രസിഡൻ്റൽ വർക്കിംഗ് ഗ്രൂപ്പ് ടു മൂവ് ഫോർവേഡ് ഓൺ എ ക്രിപ്റ്റോ സ്ട്രാറ്റജി റിസർവ് ദാറ്റ് ഇൻക്ലൂഡ് SRP, സോൾ ആൻഡ് ADA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 ടോക്കണിൻ്റെ ഒരു ട്വീറ്റ് ഇട്ടതോടെ തന്നെ വളരെയധികം ഒരു പമ്പായിരുന്നു ഈ ഒരു 2-3 കോയിനും ഉണ്ടായിരുന്നത്. പക്ഷേ അതേ ഇത് തന്നെ സെക്കൻഡ് ഡേ ആകുമ്പോൾ എന്തായി വളരെയധികം കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇതുപോലെ നടക്കാതിരിക്കാം. അപ്പോൾ ഈ ഒരു ട്വിറ്റർ വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ തന്നെ വളരെയധികം വാല്യൂ ഇതിന് കൂടാൻ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ കറൻസി ആയിട്ട് മാറ്റി ഇതിൽ ഒരുപാട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാർച്ച് 7-ാം തീയതി, ഈ വീഡിയോ കാണുന്നത് മാർച്ച് 6-ാം തീയതി ആണെങ്കിൽ മാർച്ച് 7-ാം തീയതി നിങ്ങൾ മനസ്സിലാക്കുക, വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രിപ്റ്റോ സബ്മിറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ക്രിപ്റ്റോ സബ്മിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ഹൗസിൽ അന്ന് മീറ്റിംഗ് നടക്കുന്ന ഈ ഒരു ട്രംപിനെ ഒരു ക്രിപ്റ്റോ പ്രസിഡന്റ് ആണ് എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാർച്ച് 7-ാം തീയതി വൈറ്റ് ഹൗസിൽ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ ഒരുപാട് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. അന്ന് കൂടിച്ചേർന്നിട്ട് അവർ മേജറായിട്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ ദ പ്രീവിയസ് അഡ്മിനിസ്ട്രേഷൻ അൺഫെയർലി പ്രോസിക്യൂട്ട്
executed the digital asset space, President Trump's policy vision represents a new era of digital financial technology. The administration is committed to provide a clear regulatory framework, enable innovation, and protecting economic liberty. And previously, Donald Trump promised the American first crypto president, and in the week of one executive order, order number പറഞ്ഞിട്ടുണ്ട്, he declared that the policy of administration is to be the represent growth and use of digital asset across all sector of the economy എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് വളരെയധികം വാല്യൂ കൂടാവുന്ന ഒരു സംഭവമായിരിക്കും അന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ വാല്യൂ കൂടാം. ഇതൊരു ഫോമോ ആയിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പം മാർക്കറ്റിൽ കറൻ്റ് ഏതൊക്കെ ഡൗൺ ആയാലും ഒരു സ്റ്റേബിൾ വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണാണ്. അപ്പോൾ എന്തുകൊണ്ട് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഇന്ന് തൊട്ട് നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു വിത്തിൻ വീക്ക് ഇതിനൊരു വാല്യൂ കൂടില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വാല്യൂ കൂടും. എപ്പോഴും ഇതിലൊരു ഐ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്താന്ന് പറഞ്ഞാൽ പൈസ ഇട്ടിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ കണ്ണ് എപ്പോഴും അതിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു നഷ്ടം വരാതിരിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇവൻ്റെ ഒരു പൈ നെറ്റ്വർക്കിൻ്റെ അവൻ്റെ ട്വിറ്റർ പേജൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് വെറും 9 ദിവസം മാത്രമാണ് ഇനി പൈ ഡേക്ക് ഉള്ളൂ, അങ്ങനെയുള്ള സംതിങ് ഒരു 9 days ലെഫ്റ്റ് അണ്ടിൽ പൈ ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാരിന് ഇൻഫർമേഷൻ എത്തിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്താണ് വാങ്ങും, അങ്ങനെ വാങ്ങ ഇതിന് പ്രൈസ് കൂടില്ലേ, ഹോൾഡ് ചെയ്യുക കൂടില്ലേ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഇതിൽ ഇൻസൈഡേഴ്സും വെയിൽസും ഒക്കെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെയധികം വാല്യൂ കൂടാനുള്ളൊരു സാഹചര്യം ഈ പൈ ടോക്കണിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊരു ക്രിപ്റ്റോൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ ഫോമോ ആയിട്ടില്ലെങ്കിൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുക, സൈക്കോളജിക്കലായിട്ട് നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുക പോലെ ആയിരിക്കില്ല മാർക്കറ്റ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എപ്പോഴും നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ മേ ബി നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഈ ഒരു മാർച്ച് 7 to 14 എന്ന് പറയുന്ന ഒരു സമയം എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നെപ്പോൾ കുറേ എതിര് പറയുന്നുണ്ടാവും കുറേ ആൾക്കാർ. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന കാര്യം, ഓപ്പർച്യൂണിറ്റികൾ എല്ലാം ഞാൻ അവിടെ പറയുന്നുണ്ട്. റീസെൻ്റ്ലി തന്നെ ഒരു ആപ്പ് ആക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുന്നതല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, മന്ത്ലി ഒരു പോക്കറ്റ് മണിയൊക്കെ കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആപ്പിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് ഈ ആപ്പിൽ കയറുമെന്ന് പറഞ്ഞാൽ ഡെയിലി ചെക്കിൻ ചെയ്യാം. നിങ്ങൾക്ക് നടന്നു എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് USDT കിട്ടും, റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് USDT കിട്ടും. ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അതിലുണ്ട്. അതിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പൈസ കൊടുക്കണ്ട. ഈ ഒരു കാലത്ത് പൈസ ഒന്നും കൊടുക്കാതെ മന്ത്ലി ഒരു 1200 1500 രൂപയൊക്കെ ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു ആപ്പാണ്, നിങ്ങളൊന്ന് കയറി നോക്കുക. ഞാൻ ഇതിൻ്റെ ഹോൾ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ വിത്ത് ഓഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ കയറി നോക്കുക. ഒരുപാട് ലക്ഷങ്ങൾ കിട്ടുന്നതുകൊണ്ട് കയറരുത്, ചെറിയൊരു പോക്കറ്റ് മണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കയറുക. അതേപോലെ തന്നെ ലൂട്ട്സിലും നിങ്ങൾ തീർച്ചയായിട്ടും കയറുക. അങ്ങനെ ലൂട്ട്സിലൊക്കെ കയറിയെന്ന് പറഞ്ഞാൽ വിത്തിൻ 7 days കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടായാലും കിട്ടും, ഇല്ലെങ്കിൽ വിത്തിൻ 7 days കൊണ്ട് 125 രൂപ, 100 രൂപ, 130 രൂപ, 160 രൂപ അങ്ങനെയുള്ള പല എമൗണ്ടുകൾ അവിടെ ഞാൻ അതിൻ്റെയൊക്കെ ലൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ പേയിൽ പൈസയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. എല്ലാത്തിനും പ്രൂഫ് ഞാൻ കാണിച്ചു തരുന്നില്ല. ഒരുപാട് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും പ്രൂഫ് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. എൻ്റെ ചാനലിൽ മസ്റ്റായിട്ട് കയറുക. ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ട്. പുതിയ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും പുതിയ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലെയുള്ള ചെറിയ യൂട്യൂബുകാർക്കൊക്കെ നല്ലൊരു പ്രോത്സാഹനം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, അതിപ്പോൾ നെഗറ്റീവാണ് പോസിറ്റീവാണ്, ഇപ്പോൾ എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കാതെ ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.